Programming Lab for Complementary Papers. Dear students, today we will discuss about the program to find row and column totals of a matrix. ഒരു മെട്രിക്സിന്റെ കോളം ടോട്ടലും അതുപോലെ റോ ടോട്ടൽ നമുക്ക് കൗണ്ട് ചെയ്യണം. അത് കൗണ്ട് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് സോഴ്സ് കോഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിന്റെ സ്ട്രക്ചർ നമുക്ക് നോക്കാം, എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഉണ്ടോ, ഇതൊരു മെട്രിക്സ്. സ്ക്വയർ മെട്രിക്സിന് യാതൊരു നിർബന്ധമില്ല, കമ്പൽസറി ഒന്നുമില്ല. സ്ക്വയർ മെട്രിക്സ് ആയിരിക്കാം അല്ലെങ്കിൽ നോർമൽ മെട്രിക്സ് ആയിരിക്കാം. അതിന്റെ റോയിലെ കൗണ്ട്, ഫസ്റ്റ് റോയിലെ കൗണ്ട് 1 2 3 4 1 + 2 + 3 + 4 = 10 ആണോ. അതുപോലെ റോ നോക്കി, റോ ബേസ് ഇങ്ങനെ സം ഓഫ് ഫസ്റ്റ് കോളം 1 + 5 + 9 + 13 = 28. സെക്കൻഡ് റോ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. തേർഡ് റോ, ഫോർത്ത് റോ, താഴെ ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം, ഫോർത്ത് കോളം, ഇങ്ങനെ ഈ ഒരു 4 രൂപത്തിലുള്ളതും കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇതേ സ്ട്രക്ചർ ഉണ്ടോ. ഇവിടെ ബ്ലൂ ലൈനിൽ കൊടുത്ത് റോ ബേസിലാണ് 6 ഉണ്ടോ. ഇത് 3x3 മെട്രിക്സ് ആണ്. സ്ക്വയർ മെട്രിക്സിനെ ആയിരിക്കും യാതൊരു നിർബന്ധമില്ല. ഏത് സ്ക്വയർ മെട്രിക്സ് അല്ലാതെ യൂസ് ചെയ്യുന്ന റെക്ടാംഗുലർ മെട്രിക്സും നമുക്ക് എന്ത് ചെയ്യാം, വർക്ക് ചെയ്യിപ്പിക്കാം. നോക്കാം, സോഴ്സ് കോഡ് നോക്കാം. കോഡ് നോക്കി, ക്യാഷ് ഇൻക്ലൂഡ് stdio.h int main int I j m n മെട്രിക്സ്, ഫസ്റ്റ് മെട്രിക്സ് റീഡ് ചെയ്തു. ഒരു മെട്രിക്സ് റീഡ് ചെയ്തു 10 20 മാക്സിമം. അതിൽ 10 റോസും 20 കോളംസും നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇവിടെ ഉണ്ടാവും സ്ക്വയർ മെട്രിക്സ് ആക്കി കൊടുത്തില്ല, കാരണം നമുക്ക് ഏത് രൂപത്തിൽ നമുക്ക് എൻ്റർ ചെയ്യാം. ഇതുപോലെ ഓക്കെ, റെക്ടാംഗുലർ മെട്രിക്സ് എൻ്റർ ചെയ്യാം. റോ റീഡ് ചെയ്യാനുള്ളത് സം 6 കൊടുത്തു. അതുപോലെ റീഡ് ചെയ്യാനുള്ള കോളം സം കാണിക്കാനുള്ളത് എന്ത് കൊടുത്തു, സം 6 കൊടുത്തു. ഈ വാല്യൂസ് ഐ ജെ വാല്യൂസ് ഒക്കെ എൻ്റർ ചെയ്തുള്ളത് എമ്മും എന്നും റോസും കോളംസും റെപ്രസെന്റ് ചെയ്യാൻ ഐ ജെ എന്നാൽ ഇൻക്രിമെന്റ്, ലൂപ്പ് ഇൻക്രിമെന്റ് വേരിയബിളായി സെറ്റ് ചെയ്ത് കൊടുത്തു. എൻ്റർ ദ നമ്പർ ഓഫ് റോസ്, ഒരു മെട്രിക്സിന്റെ എത്ര റോസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക. ആ കൗണ്ട് മെട്രിക് റീഡ് ചെയ്തതാണ് എമ്മിൽ സ്റ്റോർ ചെയ്ത് റോ. അതുപോലെ കോളം സ്റ്റോർ ചെയ്തത് എവിടെയാണ്, എൻ എന്ന വേരിയബിൾ സ്റ്റോർ ചെയ്തു. എം ഇൻറ്റു എൻ, എം ബൈ എന്ന് പറയാറില്ല, നമ്മൾ ഓർഡർ പറയാറുണ്ട് മെട്രിക്സിന്, അതിന് എം ബൈ എൻ. അതാണ് ഇവിടെ എമ്മും എന്നും കൊടുത്തുള്ളത്. ദെൻ ഇൻപുട്ട് ഡാറ്റ, മെട്രിക്സ് റീഡ് ചെയ്യുന്ന കണ്ടന്റ് ആണ് ഈ പറയുന്നത്. മെട്രിക്സ് ഇവിടെ എങ്ങനെ റീഡ് ചെയ്യാൻ നോക്കി, പ്രിന്റ് കൊടുത്തതിന് ശേഷം ഫോർ i = 0 i less than m റോ വൈസ് സെറ്റ് ചെയ്തു. ദെൻ കോളം ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം എൻ്റർ ദ ഡാറ്റ 1 by 1 റീഡ് ചെയ്തു. ഓക്കെ, ഇവിടെ കൊടുത്തുള്ള ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ കറക്റ്റ് അതിന്റെ ലൊക്കേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് കൊടുത്തത്. എൻ്റർ ദ ഡാറ്റ എന്ന് പറഞ്ഞ് കൊടുത്തുള്ളത്. ശരിക്കും പ്രിന്റ്എഫിന്റെ ആവശ്യമില്ല, എല്ലാത്തിനും ഡയറക്റ്റ് റീഡ് ചെയ്യും. പക്ഷെ ഇവിടെ അത് കൊടുക്കാനായിട്ട് കറക്റ്റ് ഏത് പൊസിഷനിലാണ് 0 1 0 2 1 2 അങ്ങനെ ആ ഒരു പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അത് കൊടുത്തുള്ളത്. ഓക്കെ, അത് വേണമെങ്കിൽ ഒഴിവാക്കാൻ, ഇത് കമന്റ് ചെയ്യാം, ആ പ്രോബ്ലം. അങ്ങനെ ഡാറ്റ റീഡ് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് അത് ഡിസ്പ്ലേ ചെയ്യാം. കാരണം എൻ്റർ ചെയ്ത ഡാറ്റ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റർ കൊടുത്തത്. അതിനും ആവശ്യമില്ല കോഡ്, നമുക്ക് ഏതാണ് ഡാറ്റ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ കിട്ടണ്ടേ, കറക്റ്റ് ആണ് മനസ്സിലാക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എൻ്റർ ചെയ്ത ഡാറ്റ മെട്രിക്സ് ഫോമിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്തു. മെട്രിക്സ് ഫോമിൽ ഡിസ്പ്ലേ ചെയ്യാനുള്ള കോഡാണ് ഇത്. ഇത് റോ സെറ്റ് ചെയ്തു, കോളം സെറ്റ് ചെയ്തു, അത് പ്രിന്റ് ചെയ്യാനുള്ള മെത്തേഡ് പ്രിന്റ് ഓഫ് ഒരു ടാബ് കൊടുത്തിട്ട് പ്രിന്റ് ചെയ്തു /t. അപ്പോൾ കുറച്ച് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ടാബ് കൊടുത്ത് നമുക്ക് പ്രിന്റ് ചെയ്ത് കൊടുത്തു. ടാബ് ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് സ്പേസ് എക്സ്ട്രാ കൊടുത്താലും മതി. ടാബ് ഒഴിവാക്കിയിട്ട് കുറച്ച് സ്പേസ് ഇങ്ങനെ കൊടുത്താൽ മതി. ആ സ്പേസിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഒരു മെട്രിക്സ് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും ഇതുപോലെ. അപ്പോൾ മെട്രിക്സ് പ്രിന്റ് കിട്ടി കഴിഞ്ഞാൽ ഇനി സം ചെയ്യണം, ആഡ് ചെയ്യണ്ടേ. ഇപ്പോൾ റോ വൈസിൽ ആഡ് ചെയ്യാനുള്ള കോഡാണ് ഈ കാണിക്കുന്നത്. ഫൈൻഡ് ദ റോ വൈസ് സം. ഇപ്പോൾ റോ വൈസിലാകുമ്പോൾ നമുക്ക് പ്രത്യേകത എം ആണ് വേണ്ടത്, റോ ആണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഫോർ i = m ഫസ്റ്റ് റോ സെറ്റ് ചെയ്തു. അതിൽ റോ വൈസിൽ സമ്മിന്റെ ഫസ്റ്റ് വാല്യൂ നമുക്ക് 0 ഒക്കെ സെറ്റ് ചെയ്തു. നെക്സ്റ്റ് കോളം വൈസ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുത്തു. ഓരോ സെക്കൻഡ് റോയിൽ കാണണ്ടേ, തേർഡ് കാണണ്ടേ, അപ്പോൾ ഓരോ കോളം വൈസും നമുക്ക് വേണം. അപ്പോൾ എമ്മും എന്നും വെച്ചിട്ട് നമുക്ക് കോളം വൈസ് സെറ്റ് ചെയ്ത് കൊടുത്തു. ശേഷം സം r = r + മെട്രിക്സ്. ഈ പ്ലസ് ആർ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഈ ഒരു സിമ്പിളിൽ അസൈൻമെന്റ് ഓപ്പറേറ്ററിലാണ് പഠിക്കാറുണ്ട്. എങ്ങനെ a + b എന്ന് പറഞ്ഞാൽ a = a + b എന്നാണ്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ഫോം എന്തായിരിക്കും, സം r സം r + മെട്രിക്സ് ij. ആ രൂപത്തിലാണ് ഫോം ചെയ്യുക. വളരെ പെട്ടെന്ന് ഇതിനാകുമ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് എക്സിക്യൂഷൻ നടക്കും. രണ്ട് ഓപ്പറേഷൻസ് ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ സിംഗിൾ ഓപ്പറേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുക അസൈൻമെന്റ് ഓപ്പറേറ്ററിന്റെ രൂപത്തിൽ. അല്ലെങ്കിൽ ഈക്വൽ ടു ഓപ്പറേറ്റർ ആദ്യം വർക്ക് ഉണ്ടാകും, അതിനുശേഷം പ്ലസ് എന്ന ഓപ്പറേറ്റർ ഉണ്ടായിരിക്കും. അപ്പൊ രണ്ട് ഓപ്പറേറ്റർ വർക്ക് ചെയ്യണം. ഇത് വളരെ ഫാസ്റ്റ് ആയിട്ട് എക്സിക്യൂഷൻ നടക്കും. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഓപ്പറേഷൻ കിട്ടും. ദെൻ സം r + മെട്രിക്സ് ij. അപ്പൊ ഇവിടെ ഓരോ വാല്യൂസും ആഡ് ചെയ്യും. സം എടുക്കുമ്പോൾ റീഡ് ചെയ്യുന്ന വാല്യൂസ് ഏതായിരിക്കും വാല്യൂ, റോ വൈസിലുള്ള വാല്യൂ മാത്രം റീഡ് ചെയ്യും, എന്നിട്ട് അത് ആഡ് ചെയ്ത് കിട്ടും. അത് നമുക്ക് ഇവിടെ ജസ്റ്റ് പ്രിന്റ് ചെയ്യും. ഓരോ റോയിലുള്ള വാല്യൂസും ഇവിടെ പ്രിന്റ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പൊ റോ വൈസിലെ ഡാറ്റ ഇവിടെ പ്രിന്റ് ചെയ്ത് കിട്ടി. നെക്സ്റ്റ് കോളം വൈസ് ഡാറ്റ ഇതുപോലെ പ്രിന്റ് ചെയ്യും. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ പ്രിന്റ് ചെയ്ത് നോക്കിയേ, മുകളിൽ പ്രിന്റ് ചെയ്യുമ്പോൾ മെട്രിക്സ് ij എന്ന് റീഡ് ചെയ്ത് കൊടുത്ത്, ഇവിടെ എന്താ പ്രിന്റ് മെട്രിക്സ് ji. കാരണം കോളം ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ കോളം വൈസിലാകുമ്പോൾ j ആണ് ആദ്യം വരുന്നത്. ji എന്ന രൂപത്തിലാണ് ഇവിടെ ഡാറ്റ പ്രിന്റ് ചെയ്ത് കിട്ടുക. ആ ഒരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. നമുക്ക് റൺ ചെയ്ത് നോക്കാം. നമ്പർ ഓഫ് റോസ്, എത്ര റോസ് ഉണ്ടെന്ന് നമ്മൾ ചെയ്ത് കൊടുക്കുക. ദാറ്റ് ഈസ് 3 റോസ്. കോളം
4. ഇപ്പൊ 12 നമ്പേഴ്സ് ഉണ്ടായിരിക്കും. നമുക്ക് ഡാറ്റ എൻ്റർ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ വന്നിട്ടുണ്ട് 3, 7, 4, 5, 9, 5, 1, 7, 8, 9, 1, 0. ഇതാണ് നമ്മൾ എൻ്റർ ചെയ്ത മെട്രിക്സ്. കണ്ടോ, സം ഓഫ് ഫസ്റ്റ് റോ 1 19, ശരിയല്ലേ? 7 plus 3 plus 4 plus 5 which is equal 19. The sum of second row, third row, അതുപോലെ കോളം വൈസ് നോക്കിയേ. ഫസ്റ്റ് കോളം 3ഉം 9ഉം 8ഉം ആഡ് ചെയ്ത് കിട്ടിയാൽ 20 ഔട്ട്പുട്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ രൂപത്തിൽ കോളം വൈസും റോ വൈസും നമുക്ക് ആഡ് ചെയ്ത് ഔട്ട്പുട്ട് കിട്ടും. വേറെ ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. 2x2 മെട്രിക്സ് കിട്ടും, അല്ലെ? സിമ്പിൾ ആയി മെട്രിക്സ് 2x2 മെട്രിക്സ് റീഡ് ചെയ്തു. സം ഓഫ് ഫസ്റ്റ് റോ, സം ഓഫ് സെക്കൻഡ് റോ, ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം. ഓക്കെ അല്ലേ? ക്ലിയർ ആയോ? അപ്പോൾ നെക്സ്റ്റ് പ്രോഗ്രാമുമായി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.